നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ എനിക്കൊരു വലിയ സഹായമായിരുന്നു മക്കളെ. നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാ കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിക്കാൻ കഴിഞ്ഞത്. അതിന്റെ നന്ദിയും കടപ്പാടും ഒക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അതെ, മാധവൻ അങ്കിള് ശ്യാമിനെ അന്യനായിട്ടൊന്നും കാണണ്ട, അല്ലേ വർഷേ? ആ, വീട്ടിലൊരു അംഗമാണെന്ന് കരുതിയാ മതി, അല്ലേ വർഷേ? അങ്ങനെയേ കരുതുന്നുള്ളൂ. അല്ലെങ്കിലും അംഗം തന്നെയാ, അല്ലേ ശ്യാമേ? അല്ലേ വർഷേ? അതിപ്പോ ശ്യാം മാത്രമല്ല, വർഷയുടെ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാ. അവിടെയാ ശ്യാമേ? എന്താടാ മറ്റേ കാര്യം പറയാം. ഏത് കാര്യം? എടാ മറ്റേ കാര്യം. ഏത് മറ്റേ കാര്യം പറയടാ. എന്തുവാടാ? എന്താ പറയേ? ഒന്നുമില്ലെങ്കിലേ. ഉണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കണം. ഒന്നുമില്ല. ഓ, അല്ലെങ്കിൽ ഉണ്ട്, ഒരു കാര്യമുണ്ട്. അത് കേട്ടാ അങ്കിൾ എങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഉണ്ട്. എന്താണെങ്കിലും ഇതിനെ പറയടാ. എടാ വർഷയും പറഞ്ഞു, ഞാൻ പറയാൻ പോവാ. പറഞ്ഞോ? അതായത് അങ്കിൾ, എങ്കിൽ ഞാൻ പറയാം. ഇവന് നിങ്ങളുടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് വന്ദനേച്ചിയുടെ കല്യാണത്തിന് ഇവൻ 2 പ്രാവശ്യം സദ്യ കഴിക്കുന്നു. അതാണോ കാര്യം? മിഥുനെ കണ്ടാൽ അറിയാം ഭക്ഷണപ്രിയനാണെന്ന്. അതെ. എല്ലാരും അകത്തേക്ക് വാ. മോളെ, നല്ലൊരു അവസരം നീ കളഞ്ഞു പിടിച്ചത്. സദ്യ ഉണ്ണണം പോലും അവന്. അവനെ എന്നാ പോവാം മോളൂ. അളിയാ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു. വാ, സമയം പോകുന്നു. കല്യാണം വിളിച്ചവരൊക്കെ അവിടെ എത്തിക്കാണും. എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കണ്ട. അളിയൻ ചെല്ലേ. അല്ല, രാഖി എവിടെ? ഒരുക്കം കഴിഞ്ഞില്ലേ ഇതുവരെ? പയ്യന്റെ പെങ്ങളാ, താലികെട്ട് കഴിഞ്ഞ് എത്തിയാ പോരാ. അമ്മേ, ആ ഞാൻ എത്തി. കേറ്. കേറ് മോളെ. ആ കേറ്. നീ എവിടെ ഓടുന്നേ? താലികെട്ട് കാണാനോ അതോ സദ്യ ഉണ്ണാനോ? രണ്ടിനുമല്ല. അടുത്ത് നിന്ന് അവസാന നിമിഷമെങ്കിലും താലികെട്ട് മുടക്കാൻ നോക്കാൻ. അതിന് വ്യക്തമായ പ്ലാൻ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.